ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യം നമ്മുടെ ബിസിനസ്സിൽ അത് സർവീസ് ആയിക്കോട്ടെ പ്രോഡക്റ്റ് ആയിക്കോട്ടെ നമ്മുടെ ബിസിനസ്സിലേക്ക് എങ്ങനെ വളരെ ക്വാളിറ്റി ആയിട്ടുള്ള ലീഡ്സ് നമുക്ക് കൊണ്ടുവരാം, എങ്ങനെ നമ്മുടെ ബിസിനസ്സിനെ ഒരു ഗ്രോത്ത് ലെവലിലേക്ക് എത്തിക്കാം എന്നുള്ളതിന് വളരെ സീറോ മാർക്കറ്റിംഗ് എക്സ്പെൻസിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വളരെ വലിയൊരു കാര്യമാണ്. പക്ഷേ ഏതൊരു സമയത്തും ബിസിനസ് ഓണേഴ്സ് ശരിക്കും ശ്രദ്ധിക്കാതെ പോകുന്ന അവർ ഓവർലുക്ക് ചെയ്യുന്ന ഒരു സംഭവമാണ് പ്രോപ്പറായിട്ടുള്ള ജെനുവിൻ റിവ്യൂ കളക്ഷൻ എന്ന് പറയുന്നത്. ഈ അടുത്ത് ഞാൻ റിയാദിലായതുകൊണ്ട് റിയാദിലൊരു റെസ്റ്റോറൻറ്റിൽ പോയിരുന്നു. അപ്പം റെസ്റ്റോറൻറ്റ് പോയ സമയത്ത് ഞാൻ അദ്ദേഹത്തോട് ഒരു ചായ വിത്തൗട്ട് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം ചായ കൊണ്ടുവന്നു. ചായ ഞാൻ കുടിക്കുന്ന സമയത്ത് അതിൽ ശരിക്കും പറഞ്ഞാൽ ഷുഗർ ഉണ്ടായിരുന്നു, മധുരമുണ്ട്. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഇത് വിത്തൗട്ട് അല്ലല്ലോ, ഇത് ഷുഗറുള്ള ചായ ആണല്ലോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾ വിത്തൗട്ട് അല്ല പറഞ്ഞത് എന്ന് പറഞ്ഞ് ഒരു കസ്റ്റമറുടെ നേരെ ചാടിക്കയറുന്ന ഒരു അനുഭവം എനിക്കുണ്ടായി റിയാദിലെ ഒരു റെസ്റ്റോറൻറ്റിൽ വെച്ചിട്ട്. അപ്പോൾ അവർക്കുണ്ടായിരുന്ന ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനെന്ന ഒരു കസ്റ്റമറുടെ ഇത് അവർക്ക് ഒരു കച്ചവടം നിന്നു എന്ന് മാത്രമല്ല, എൻ്റെ ഫാമിലിയും അതേപോലെ തന്നെ എൻ്റെ വീട്ടുകാരും അല്ലെങ്കിൽ ഞാൻ അറിയുന്ന ഫ്രണ്ട്സും അല്ലാത്ത നമ്മുടെ ഫ്രണ്ട് സർക്കിളുള്ള ആളുകളോടൊക്കെ ഞാൻ പറഞ്ഞു ആ റെസ്റ്റോറൻറ്റിലേക്ക് പോകണ്ടെന്ന്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു റെസ്റ്റോറൻറ്റിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് രണ്ട് കാര്യങ്ങൾ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ഒന്ന്, ഫുഡ് ഒരു മിനിമം ക്വാളിറ്റി ഉള്ള ഫുഡായിരിക്കണം. രണ്ടാമത്, ഏറ്റവും കൂടുതൽ നമ്മൾ ഇഷ്ടപ്പെടുന്നൊരു സംഭവം അവർ എങ്ങനെ നമ്മളെ ട്രീറ്റ് ചെയ്യണം എന്നുള്ളതാണ്. അതായത് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ളൊരു കസ്റ്റമർ സർവീസ് അവരുടെ അടുത്തുനിന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ടോ, എന്നാൽ നമ്മൾ വീണ്ടും വീണ്ടും ആ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് പോകും. ഈ അടുത്ത് നമ്മൾ ഈ ഒരു ഇഫ്താർ സംഗമത്തിന് വേണ്ടിയിട്ട് എൻ്റെ ഒരു MMO കോളേജ് അലുമിനിയുടെ ഭാഗമായിട്ട് ഈ അടുത്തുള്ള ഒരു ബോളിവുഡ് ലോഞ്ച് എന്ന് പറയുന്ന സുലൈമാനിയിലുള്ള റീസെൻ്റ്ലി അവർ സ്റ്റാർട്ട് ചെയ്ത ഒരു റെസ്റ്റോറൻ്റാണ്. അവിടെ പോയ സമയത്ത് ഞങ്ങൾ ഏകദേശം ഒരു 70ഓളം ആളുണ്ടായിരുന്നു. പക്ഷെ എന്നെയും അതേപോലെ തന്നെ അവിടെ വന്ന ആൾക്കാരെയും അതിശയിപ്പിച്ചൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സർവീസും ഫുഡിൻ്റെ ക്വാളിറ്റിയാണ്. അവർ നോക്കിയ രണ്ട് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നല്ല ക്വാളിറ്റിയുള്ള ഫുഡ് കൊടുക്കുക, അറ്റ് ദ സെയിം ടൈം ആ കസ്റ്റമർ എന്താണോ ആഗ്രഹിക്കുന്നത് ആ ഒരു സർവീസ് കസ്റ്റമേഴ്സിന് കൊടുക്കുക എന്നുള്ളതാണ്. ഈ രണ്ട് കാര്യങ്ങളും അവർ ചെയ്തതുകൊണ്ട് തന്നെ ഞാൻ വീണ്ടും വേറെ 1-2 ഇഫ്താർ പാർട്ടികൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു ബോളിവുഡ് ലോഞ്ച് സെലക്ട് ചെയ്തു എന്നുള്ളതാണ്. അതിൻ്റെ കാരണം വേറൊന്നുമല്ല, നമുക്ക് കിട്ടിയ ആ ഒരു സർവീസും അതേപോലെ തന്നെ അവരുടെ ഫുഡിൻ്റെ ക്വാളിറ്റിയും. ഇഫ് ഇൻ കേസ് നമ്മൾ ആ ഫുഡിൻ്റെ ക്വാളിറ്റി കുറച്ച് കുറഞ്ഞാൽ പോലും അവരുടെ കസ്റ്റമർ സർവീസ് നമ്മൾ ആഗ്രഹിക്കുന്നതും അതിനേക്കാൾ മുകളിലുള്ള കസ്റ്റമർ സർവീസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹ്യൂമൻ ഹാവ് എ ടെൻഡൻസി ടു ഗോ ദർ. അപ്പോൾ ഇതാണ് ഒരു ബിസിനസ്സിൻ്റെ പ്രത്യേകത. ഞാൻ ആദ്യം പറഞ്ഞ റെസ്റ്റോറൻറ്റിലേക്ക് അവരുടെ കച്ചവടം അതോടുകൂടെ നിൽക്കും. മിക്കവാറും അവർ അധിക കാലം ആ ഒരു റെസ്റ്റോറൻറ്റ് ഓടിക്കാൻ ചാൻസ് ഇല്ല. പക്ഷേ നേരെ മറിച്ച് ഇവിടെ ഉണ്ടായിരുന്നുള്ള ഒരു അനുഭവം നോക്കുന്ന സമയത്ത് വീണ്ടും വീണ്ടും നമ്മൾക്ക് അങ്ങോട്ട് പോകാനും കൂടുതൽ ആളുകളെ നമുക്ക് അങ്ങോട്ട് റെഫർ ചെയ്യാനുള്ള ഒരു ഓപ്ഷന് മാനസികമായിട്ടുള്ള ഒരു ഇതുണ്ടാവും എന്നുള്ളതാണ് ഇതിലെ പ്രത്യേകത. കൂടാതെ അവർ ചെയ്യുന്ന ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ നല്ല സർവീസ് കൊടുത്തിട്ട് തിരികെ ഈ സർവീസിൽ സാറ്റിസ്ഫൈ ചെയ്ത് പോകുന്ന കസ്റ്റമേഴ്സിനെ അവർ വെറുതെ വിടുന്നില്ല. അവരോട് നല്ല രീതിയിലുള്ള ജെനുവിനായിട്ടുള്ള റിവ്യൂസും കളക്ട് ചെയ്തതിന് ശേഷമാണ് വിടുന്നത്. അപ്പോൾ അവരുടെ ബിസിനസ്സിൽ അവർക്കറിയാം എന്താണ് ആദ്യം ഒരു കസ്റ്റമറിന് എന്താണ് കൊടുക്കേണ്ടതെന്ന് അവർക്കറിയാം. അത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കസ്റ്റമർ അടുത്തുനിന്ന് കിട്ടുന്ന റിവ്യൂ ഏത് രീതിയിൽ മാർക്കറ്റ് ചെയ്യണം എന്നും അവർക്കറിയാം. അപ്പം നിങ്ങളൊരു ബിസിനസ് ഓണർ ആണെങ്കിൽ നിങ്ങളെ ബിസിനസ് എന്തും ആയിക്കോട്ടെ, പക്ഷേ കസ്റ്റമറെ എങ്ങനെ ട്രീറ്റ് ചെയ്യണം എന്നുള്ളത് നമ്മളും നമ്മുടെ എംപ്ലോയീസിനെയും നമ്മൾ വളരെ കൃത്യമായിട്ടുള്ള ഇത് കൊടുത്തു കഴിഞ്ഞാൽ, ഡയറക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് നമ്മുടെ ബിസിനസ്സിനെ നല്ല ഒരു ലെവലിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റുള്ളൂ. ബിസിനസ് ഓണേഴ്സിന് നല്ല ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉണ്ടായിരിക്കാം, പക്ഷേ അറ്റ് ദ സെയിം ടൈം അത് എക്സിക്യൂട്ട് ചെയ്യുന്ന എംപ്ലോയീസിനും ആ ഒരു കസ്റ്റമർ സർവീസ് മെൻറ്റാലിറ്റി ഇല്ലാത്ത ഒരാളാണെങ്കിൽ നമുക്ക് നമ്മുടെ ബിസിനസ് വളർത്താൻ കഴിയില്ല. അപ്പം നിങ്ങളൊരു ബിസിനസ് ഓണർ ആണെങ്കിൽ നിങ്ങൾ
നിങ്ങളുടെ ബിസിനസ്സിൽ നല്ല സർവീസ് കൊടുത്തുകൊണ്ട് നല്ല സർവീസോട് കൂടി ആ സാറ്റിസ്ഫൈ ചെയ്തു പോകുന്ന കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് നിന്നും നല്ല ജെനുവിൻ റിവ്യൂ വാങ്ങിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന മാർക്കറ്റിംഗ്, നമ്മൾ വളരെയധികം എക്സ്പെൻസീവായിട്ട് ചെയ്യുന്ന മാർക്കറ്റിങ്ങിനേക്കാളും സീറോ മാർക്കറ്റിംഗ് എക്സ്പെൻസിൽ വളരെ നല്ല ക്വാളിറ്റിയോട് കൂടിയിട്ടുള്ള ലീഡ്സ് നമുക്ക് കിട്ടും. അത് കൂടുതൽ നമ്മുടെ ബിസിനസ്സിനെ ഗ്രോ ചെയ്യാനും കൂടുതൽ ബിസിനസ് നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും ഇത് ഉപകാരപ്പെടും എന്നുള്ളതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഈ ഒരു പറഞ്ഞ സ്ട്രാറ്റജി നിങ്ങൾ നിങ്ങളുടെ ബിസിനസ്സിൽ അപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് നിങ്ങൾ നേരെ കമൻറ്റിൽ പോസ്റ്റ് ചെയ്യുക. നിങ്ങളുടെ ബിസിനസ്സിനെ നിങ്ങൾ ഒരു ഗ്രോത്തിലേക്ക് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്ന ആളാണ്, പക്ഷേ നിങ്ങൾ പല പ്രയാസങ്ങളും അനുഭവിക്കുന്ന ആളാണെങ്കിൽ യു ക്യാൻ കണക്ട് വിത്ത് മീ. ലെറ്റ് us sit together and discuss about your business growth. Thank you so much everyone. This is Suhas Chepali, the Profit Strategist.